നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട സെൻകുമാർ സാർ സത്യത്തിൽ ഹൈന്ദവ സമൂഹത്തിന് തന്നെ ഒരു അഭിമാനമാണ്. എത്ര ആഴത്തിലാണ് ഓരോ വിഷയങ്ങളെയും പഠിച്ചിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സെൻകുമാർ സാറ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ നോക്കൂ. ദേവസ്വം ബോർഡ് എന്തിനുള്ളതാണ്? ദേവന്റെ സ്വത്ത്, ദേവന്റെ സത്വം, ഇത് രണ്ടും സംരക്ഷിക്കണം. ദേവന്റെ സ്വത്തുകളാണ് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഭൂമിയും മറ്റും ഒക്കെ സംരക്ഷിക്കുന്നതിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അതിൽ ഉത്സാഹം കാണിക്കുന്നുണ്ടോ? ഒരു 50 വർഷത്തെ കണക്കെടുത്താൽ തന്നെ ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ നിന്ന് എത്ര ഹെക്ടർ ഭൂമിയാണ് സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ അകപ്പെട്ടു പോയത് എന്നത് ഞെട്ടിക്കുന്ന കണക്കാണ്. അപ്പോൾ ഈ ദേവസ്വം ബോർഡിലേക്ക് രാഷ്ട്രീയക്കാരുടെ അതിക്രമം, ഒരു കാലത്ത് ഹിന്ദുവിന്റെ അസംഘടിത അവസ്ഥ, രാജാക്കന്മാർ ക്ഷേത്രം ഭരിച്ച സമയത്ത് രാജഭരണം അവസാനിച്ച് ജനാധിപത്യത്തിലേക്ക് വരുന്ന സമയത്ത് ജനാധിപത്യ ഭരണകൂടത്തെ ഏൽപ്പിച്ചു. അന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ക്ഷേത്രത്തിന്റെ സ്വത്തുകൾ സർക്കാരിന് ഉപയോഗിക്കാം, പകരം ക്ഷേത്രത്തിന് ഇത്ര ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണമെന്ന്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയാറുണ്ട്, ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ ഒന്നും ഇങ്ങോട്ട് എടുക്കുന്നില്ല, എല്ലാം അങ്ങോട്ട് കൊടുക്കുകയാണെന്നൊക്കെ പറയുന്നത് കേട്ടാൽ ഒരു വലിയ ഔദാര്യമായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയല്ല, ഇതൊരു എഗ്രിമെന്റ് ആണ്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ക്ഷേത്രത്തിൻ്റെത് സർക്കാരിന് ഉപയോഗിക്കാം, തിരിച്ച് അതിന്റെ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം ക്ഷേത്രത്തിന് കൊടുക്കണം. അങ്ങനെ മുസ്ലിം പള്ളിയായിട്ടോ ക്രൈസ്തവ ചർച്ചകളോ ആയിട്ടോ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല. അവർക്ക് പ്രത്യേകിച്ച് വരുമാനമോ ആ വരുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന പ്രശ്നങ്ങളോ ഇല്ല. എന്നാൽ ഈ നാടിന്റെ ദേശീയത ഹിന്ദുത്വമായതുകൊണ്ടും ഹിന്ദു സമൂഹത്തിൽ ഒരുപാട് അസംഘടിതാവസ്ഥയും ജാതീയ ഉച്ചനീചത്വങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒരു നിയമം ഉണ്ടാക്കി. അതാണ് ദേവസ്വം നിയമം. അത് പ്രകാരം ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾക്ക് സർക്കാർ അങ്ങോട്ട് കൊടുക്കണം, ഭൂമി അവർ ഉപയോഗിക്കുന്നത് കൊണ്ട്. എന്നാൽ ഇതിൽ യാതൊരു ജാഗ്രതയും കാണിക്കാത്തവരാണ് പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം. അവരിതെല്ലാം കയറിക്കൂടി സത്വത്തെയും സ്വത്തിനെയും നശിപ്പിച്ചു. അതായത് അമ്പലം ചുമരല്ലേ വിഗ്രഹം കല്ലല്ലേ എന്ന് പറയുന്നവർ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്നത് സത്യത്തിൽ അമ്പലത്തിലെ ഭണ്ഡാരം കണ്ടുകൊണ്ട് മാത്രമാണ്. സെൻകുമാർ സാർ ഇത് കൃത്യമായിട്ട് പറയുന്നു. അപ്പം നമുക്ക് ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് കേരളം BJP അല്ലെങ്കിൽ ഹൈന്ദവ ശക്തികൾ ഭരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ഭാവിയിൽ കേരളം ഭരിക്കേണ്ടതുണ്ട്. അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ 27 സീറ്റുകൾ BJPക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത് പ്രാക്ടിക്കലായ കാര്യമാണ്. അതായത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 20% വോട്ടും ഒരു ലോക്സഭാ സീറ്റും കിട്ടി. ഒപ്പം 11 നിയമസഭാ സീറ്റിൽ 1ാം സ്ഥാനവും 8 നിയമസഭാ സീറ്റിൽ 2ാം സ്ഥാനവും ഉണ്ട്. പിന്നെ 40,000-ന് മേലെ വോട്ട് വാങ്ങിയ അനേകം മണ്ഡലങ്ങളെല്ലാം ചേർത്താണ് 27 നിയമസഭാ സീറ്റുകൾ BJP ക്രിസ്ത്യാനികളുടെ സഖ്യത്തോടു കൂടി മത്സരിച്ചാൽ, ക്രൈസ്തവ സഹോദരങ്ങളോട് ചേർന്ന് നിന്ന് മത്സരിച്ചാൽ തീർച്ചയായിട്ടും ഒരു വൻ വിജയം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് കൃത്യമായിട്ട് സുരേഷ് ഗോപി സാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് കേരളത്തെ നയിക്കുവാൻ പര്യാപ്തമാണ് അദ്ദേഹത്തിൽ ആളുകൾക്കുള്ള ഒരു വലിയ വിശ്വാസമുണ്ട്. അപ്പോൾ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ഈ കാര്യത്തെ മോചിപ്പിച്ചാൽ ക്ഷേത്രങ്ങളെ മോചിപ്പിച്ചെടുക്കാൻ പറ്റും. ക്ഷേത്രങ്ങളെ ഭക്തന്മാർക്ക് കൊടുക്കാം. പള്ളിയും ചർച്ചുമെല്ലാം അതാത് മതത്തിലെ ഭക്തന്മാർ നടത്തുന്നത് പോലെ തന്നെ ഗുരുവായൂരും ശബരിമലയും വൈക്കവും കാടാമ്പുഴയും എല്ലാം തന്നെ ഈ നിരീശ്വരവാദികളിൽ നിന്ന് മോചിപ്പിച്ച് അമ്പലം ചുമരല്ലേ വിഗ്രഹം കല്ലല്ലേ, ഗുരുവായൂർ അമ്പലം പൊളിച്ച് അവിടെ കപ്പ വെച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരും. അല്ലയോ ഹിന്ദു, നീ എന്തൊരു വേദങ്ങൾ പരതുന്നു, ചിതലുണ്ടോ എന്നറിയാനോ? ഒരമ്പലം പൊളിച്ച് കപ്പ വെച്ചാൽ അത്രയേറെ ഗുണം ചെയ്യുമെന്നൊക്കെ പറയുന്ന ആളുകൾ രാമായണം ഇരുണ്ട യുഗത്തിലാണ്, സരസ്വതി ദേവിയെ ഉടുതുണിയില്ലാതെ വരക്കുന്നവർ, ആ SFIയും DYFIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം ചേർന്ന് ഹിന്ദുവിന്റെ സ്വത്തിനെയും സത്വത്തെയും എല്ലാം നശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വളരെ സജീവമായിട്ട് ഈ ചർച്ചകൾ ഹൈന്ദവ സമൂഹത്തിൽ നിലനിൽക്കണം. ഹിന്ദുക്കൾക്ക് ബോധ്യം ഉണ്ടാവണം. നോക്കൂ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ടാണ് 30 സീറ്റോളം നഷ്ടപ്പെട്ടു പോയത് ഈ UPയിൽ? അതുപോലെ ഭാരതത്തിൽ പല സ്ഥലത്തും ഹൈന്ദവ ശക്തികൾക്ക് പിന്നോട്ട് പോയത് എന്താ? മുസ്ലിങ്ങൾ 95% പേരും വോട്ട് ചെയ്തു, ഹിന്ദുക്കൾ 65% വോട്ട് ചെയ്തുള്ളൂ. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുള്ള 35%-ഓളം ഹിന്ദുക്കൾ വോട്ട് ചെയ്തില്ല. അവരൊന്ന് ടൂറിന് പോയി, യാതൊരു ബോധ്യവും ഇല്ലാത്ത ആളുകൾ. അതായത് ഞാനൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നു, അവിടെ വളരെ സുഖമാണ്, എനിക്കൊരു അപകടം ഉണ്ടാവില്ല, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും സേഫാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന മണ്ടന്മാരായിട്ടുള്ള ആളുകളാണ് അവർ. അവരറിയില്ല അവരെ കാത്തു കിടക്കുന്ന അപകടങ്ങൾ എന്താണ് എന്ന്. ദേശീയതയുടെ ശക്തി ഒന്ന് കുറഞ്ഞു പോയാൽ നമ്മളെ മുച്ചൂട് നശിപ്പിക്കുവാൻ കഴിയുന്ന അയൽ രാജ്യങ്ങളാണ് ചുറ്റുമുള്ളത് എന്ന കാര്യം. ഭീകരന്മാർക്ക് വളരെ വലിയ സ്ഥാനമുണ്ട് ഈ കേരളത്തിലും ഭാരതത്തിലും എന്ന സ്ഥാനം. അവർ ISIS-ഉം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇസ്ലാമിക രാജ്യം പണിയുവാനുള്ള പരിശ്രമങ്ങളെല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനയെല്ലാം നിരോധിച്ച് അതിന്റെ നേതാക്കന്മാരെല്ലാം ജയിലിട്ടത്. കോൺഗ്രസ് ആയിരുന്നു രാജ്യം ഭരിക്കുന്നതെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരെല്ലാം ഇവിടെ അഴിഞ്ഞാടിയേനെ എന്ന കാര്യവും നമുക്കറിയാം. അപ്പൊ അവിടെ ഒരു കാര്യത്തെക്കുറിച്ചും ബോധ്യമില്ലാതെ
പ്രത്യേകിച്ച് നല്ല സമ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ടൂറ് പോവുക. അപ്പോൾ അവരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പൊന്നും ഞങ്ങൾ അറിയേണ്ടതില്ല, ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്, പിന്നെ നമ്മളെ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണ് പലരെയും കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പല ബൂത്തുകളിലും ഈ സമ്പന്നമായിട്ട് ആളുകളെ നിർബന്ധിക്കണം, എന്നാലാണ് അവർ വരിക. എല്ലാ സമ്പത്തുള്ള ആളുകളെല്ലാം ഉദ്ദേശിച്ചത്, കാരണം ഈ സാമൂഹ്യ ബോധമില്ലാത്ത ആളുകൾ. അപ്പോൾ അത്ര ആളുകൾ വോട്ട് ചെയ്തില്ല. എല്ലാ ടൈപ്പ് ആളുകളും അതിലുണ്ട്. 30% ഹിന്ദുക്കൾ വോട്ട് ചെയ്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഹൈന്ദവ ശക്തികൾക്ക് തോൽവി ഉണ്ടായത്. മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് അവരുടെ വോട്ട് പരമാവധി അവർ ചെയ്യിച്ചു. അതുകൊണ്ട് കോൺഗ്രസ്സിന് കുറച്ച് വിജയം കൂടുതലുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റമുണ്ടായി. അപ്പോൾ അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിയെ പുറത്തിറക്കുക എന്നുള്ളതാണ്. അപ്പം നരേന്ദ്രമോദിയെ എന്തിനാണ് പുറത്തിറക്കുന്നത്? മോദി അവരെ ഉപദ്രവിച്ചിട്ടാണോ? അല്ല, നോട്ട് നിരോധനം നടത്തിയത് കൊണ്ട്, ഈ കള്ള പരിപാടികൾ നടക്കാത്തതുകൊണ്ട്, അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഒന്നായി കാണുന്ന നിയമങ്ങൾ വരുന്നതുകൊണ്ട്, പാകിസ്ഥാൻ നാട്ടി ഓടിക്കപ്പെട്ട ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കുന്നതുകൊണ്ട്, അതൊക്കെയാണ് ഇവരുടെ വിഷമങ്ങൾ. ഏക സിവിൽ കോഡ് വരാതിരിക്കാൻ, ജനസംഖ്യാ നിയന്ത്രണം വരാതിരിക്കാൻ, അയോധ്യയിൽ രാമക്ഷേത്രം വന്നുപോയത് കൊണ്ട്, ഇങ്ങനെ രാജ്യം നന്നാകുന്നു, രാജ്യം അതിൻ്റെ സത്വബോധത്തെ വീണ്ടെടുക്കുന്നു. ഇതൊന്നും സഹിക്കാത്ത ആളുകൾ മോദിക്കെതിരെ പണിയെടുത്തുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് കേരളത്തിൽ പണിയെടുക്കണം. ആ പണിയിൽ പ്രധാനമാണ് നമ്മുടെ ക്ഷേത്രങ്ങളെ മോചിപ്പിക്കുക. ഇപ്പോൾ ഒരൊറ്റ വർഷം ഗുരുവായൂരും ശബരിമലയും അടക്കമുള്ള 5000-ഓളം ക്ഷേത്രങ്ങളാണ് നമ്മുടെ ദേവസ്വം ബോർഡ് നടത്തുന്നത്. അതായത് നഷ്ടത്തിലോടുന്ന ഒരു ക്ഷേത്രവും നമ്മുടെ ദേവസ്വം ബോർഡിന് വേണ്ട. ഭണ്ഡാരത്തിൽ പൈസ വന്നാൽ അപ്പോൾ കൈയിട്ട് വാരാൻ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ വരും. അതിനവർ ചില തന്ത്രങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ചില നിയമപ്രകാരം ഒരു ക്ഷേത്രം, അതൊരു കമ്മിറ്റി ആവട്ടെ, ജനകീയ കമ്മിറ്റിയോ കുടുംബക്ഷേത്രം എന്തെങ്കിലും ആവട്ടെ, ആ ക്ഷേത്രത്തിലെ കുറച്ച് അംഗങ്ങൾ 1-2 പേര് ക്ഷേത്രത്തിനെതിരെ ഒരു പരാതി സർക്കാരിന് കൊടുത്താൽ എപ്പോൾ വേണമെങ്കിലും സർക്കാരിന് ആ ക്ഷേത്രം ഏറ്റെടുക്കാം. അപ്പോൾ ഒരു നന്നായിട്ട് നടക്കുന്ന വരുമാനമുള്ള ക്ഷേത്രത്തിലേക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റുകളെ ഇതിലേക്ക് കുത്തിക്കയറ്റും. അങ്ങനെ അവർ കംപ്ലൈൻറ്റ് കൊടുക്കും സർക്കാരിന്, ഇവിടെ അഴിമതി നടക്കുന്നു. എന്നിട്ട് സർക്കാർ അത് ഏറ്റെടുക്കുന്നു. സർക്കാർ ഏറ്റെടുത്താൽ പിന്നീട് അഴിമതി ഇല്ല എന്നാണോ? സർക്കാരാണ് ഏറ്റവും വലിയ അഴിമതി കേരളത്തിൽ നടന്നു, നമുക്കറിയാം. ഭരണകൂടത്തിൽ മൊത്തം ആരോപണങ്ങളാണ്, എല്ലാ മേഖലയിലും ആരോപണങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഭരണഘടനാ പ്രകാരമാണ് ദേവസ്വം ബോർഡ് എന്ന സംവിധാനവും, അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുവാൻ ഈ പറയുന്ന സർക്കാരിന് അധികാരവും, ദേവസ്വം വകുപ്പ് മന്ത്രിയും, ആ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് രാഷ്ട്രീയക്കാരാണ്, അവരാണ് ദേവസ്വം കമ്മീഷണറെ അല്ലെങ്കിൽ ചെയർമാനെ ഒക്കെ നിശ്ചയിക്കുക. അപ്പോൾ നമ്മുടെ OK വാസു മാഷ് RSSൽ നിന്ന് BJPയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയി. കുറച്ചു കാലം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. അങ്ങനെ ഇഷ്ടമുള്ളവരെയൊക്കെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റൊക്കെ ആക്കുവാൻ കഴിയുക. അവർക്ക് എന്തും ചെയ്യാം, എന്തും പറയാം, എന്തും ആവാം ഹിന്ദുവിനോട് എന്ന് പറയുന്ന അവസ്ഥ മാറണമെങ്കിൽ രാഷ്ട്രീയ അധികാരം ഹിന്ദുവിന്റെ കയ്യിലാവുക. ഇതാണ് പരിഹാരം. ചിന്മാനന്ദ സ്വാമികൾ പറഞ്ഞതാണ്, ഹിന്ദുക്കൾ അവരുടെ നേതാക്കന്മാരെ തെരഞ്ഞെടുക്കണം. ഹിന്ദുവായതിൽ അഭിമാനിക്കുന്ന, നമ്മുടെ ക്ഷേത്രത്തിലെ ഭണ്ഡാരം സംരക്ഷിക്കുന്ന, നമ്മുടെ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കൊണ്ട് ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുന്ന, ഒരു വർഷം ദേവസ്വം ബോർഡ് നടന്ന ക്ഷേത്രത്തിലെ വരുമാനമുണ്ടെങ്കിൽ ഒരു പതിത ഹിന്ദു കേരളത്തിലുണ്ടാവില്ല. പട്ടിണി കിടക്കുന്ന ഹിന്ദു, വിവാഹപ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റാത്ത നമ്മുടെ പെൺമക്കൾ, സഹോദരികള്, ഇതൊന്നും കേരളത്തിലുണ്ടാവില്ല. ഒരൊറ്റ വർഷക്കാലം ശബരിമല, ഗുരുവായൂർ, വൈക്കം, കാടാമ്പുഴ അടക്കം 5000-ഓളം ക്ഷേത്രങ്ങളിൽ, ദേവസ്വം ബോർഡ് നടന്ന ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനം ഹിന്ദുവിന്റെ ക്ഷേമത്തിന് ഉപയോഗിച്ചാൽ ഒരൊറ്റ അവശ പതിത ഹിന്ദു ഉണ്ടാവില്ല. ഒരു ഹിന്ദുവിനും മതം മാറേണ്ടി വരില്ല, ഒരു ഹിന്ദുവിനും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല, ഒരു ഹിന്ദുവിനും തെണ്ടി നടക്കേണ്ടി വരില്ല, ഒരു ഹിന്ദുവിനും ഭിക്ഷാടനത്തിന്റെ ആവശ്യം വരില്ല, ഒരു ഹിന്ദുവിനും ലോട്ടറി വിറ്റ് നടക്കേണ്ട ആവശ്യം വരില്ല. ആ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുവാൻ ആവശ്യമായ സമ്പത്ത് നമ്മുടെ ഭണ്ഡാരത്തിലുണ്ട്. ഉടനടി ഭണ്ഡാരത്തെ ഈ നെറികെട്ട രാഷ്ട്രീയക്കാരിൽ നിന്ന് മോചിപ്പിക്കുവാൻ, ഭണ്ഡാരം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിന്ദുവിന്റെ ആളായി വരുന്നവരെ തിരിച്ചറിയുവാൻ ഹൈന്ദവ സമൂഹത്തിന് കഴിഞ്ഞാൽ മാത്രമേ പ്രിയപ്പെട്ട സെൻകുമാർ സാറിനെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾ അനർത്ഥമാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.